സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം. കർത്താവിൻ്റെ തിരുജനന പെരുന്നാൾ കൊണ്ടാടുവാൻ ഒരുങ്ങുന്ന സഭയ്ക്ക് ക്രിസ്തുജനനത്തിൻ്റെ 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച യിരെമ്യാ പ്രവാചകന്റെ പ്രവചനമാണ് ഇന്നത്തെ ധ്യാന വിഷയം. മശിഹ, നീതിയുടെയും ന്യായത്തിൻ്റെയും വാഗ്ദത്തം. മസേയ, ദ പ്രോമിസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് റൈറ്റസ്നെസ്. ഇന്നത്തെ ധ്യാന ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ സന്തതിയായി നീതിയും ന്യായവും നടപ്പിലാക്കാൻ വരുന്ന മശിഹായെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ദേശത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും നീതിയോടെ വാഴേണ്ടത് ഏറെ ആവശ്യമാണ്. ജ്ഞാനപൂർവം പ്രവർത്തിക്കുകയും ജനത്തെ രക്ഷയിലേക്ക് നയിക്കാൻ മതിയായ മശിഹായെ ഇവിടെ പ്രവാചകൻ വാഗ്ദത്തം ചെയ്യുന്നു. യേശുവിനെ പോലെ രക്ഷ നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന വേറെ ഒരു രാജാവില്ല. ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് മശിഹായുടെ അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ക്രിസ്തുവിന്റെ വരമിനെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ അനീതിയോടും അന്യായത്തോടും പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രാജ്യത്വം വ്യത്യസ്തവും നീതിയും ന്യായവും ജനങ്ങൾക്ക് ഉറപ്പു നൽകുമെന്നുള്ള ഉറപ്പും ലഭിക്കുന്നു. ക്രിസ്തുമസും അതിൻ്റെ സന്ദേശവും മാനവ സമൂഹത്തിനുള്ള വീണ്ടെടുപ്പിന്റെ വിലയായി അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനം നീതിയുടെ രാജാവിന്റെ ഉദ്ഭവമായി പ്രകീർത്തിക്കുന്നു. സ്വപ്നതുല്യമായ ദൈവരാജ്യത്തിന്റെ ആവിർഭാവം ബുദ്ധിയോടും നീതിയോടും ന്യായത്തോടും യേശുവിന്റെ ജനനത്തിലൂടെ സാധ്യമായി തീരുമെന്ന ഉറപ്പ് ലഭിക്കുന്നു. ഒരു വംശം തന്നെ രക്ഷിക്കപ്പെടുമെന്നും ഭയം കൂടാതെ ദൈവനീതിയിൽ വസിക്കാനുള്ള സാഹചര്യം കൈവരികയുമാണ്. ഇത് തന്നെയാണ് ക്രിസ്തുമസ് ദൂതും ലോകത്തിന് നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ഒരു പുത്തൻ കാലഘട്ടത്തിന്റെ തുടക്കമായി, ഒരു ചരിത്രത്തിനും പിന്നെ ആവർത്തിക്കാൻ കഴിയാത്തതും സകല ജീവജാലങ്ങൾക്കുമുള്ള വസന്തമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുകയാണ്. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ ക്രിസ്തുവിന് മടക്കി നൽകാൻ കഴിയുന്ന ഒരു സമ്മാനം എന്നത് അവനെ രാജാവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ്. നീതിയായ ദൈവമേ, അനീതിയുടെ നടുവിൽ നീതിയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, അന്യായങ്ങളുടെ നടുവിൽ ന്യായത്തിനായി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.